ഇന്നത്തെ സുവിശേഷം മത്തായി 28:8-15 വരെ. ഭയത്തെ ജയിക്കുന്ന സന്തോഷവും സത്യത്തെ മറയ്ക്കുന്ന കള്ളക്കഥകളും, ശൂന്യമായ കല്ലറ കണ്ട സ്ത്രീകളുടെ ഭയവും സന്തോഷവും നിറഞ്ഞ ഓട്ടവും, മറുഭാഗത്ത് യേശുവിൻ്റെ ഉദ്ധാനത്തെ അട്ടിമറിക്കാൻ മതനേതാക്കൾ നടത്തുന്ന ഗൂഢാലോചനയുമാണ് ഈ ഭാഗത്തെ പ്രമേയം. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഇവിടെ ദർശിക്കാം. ദൂതൻ്റെ സന്ദേശം കേട്ട സ്ത്രീകൾ ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ കല്ലറ വിട്ടുകൂടി. അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണിത്. എന്നാൽ അവരുടെ ഭയത്തെ മാറ്റാൻ ഉദ്ധിതനായ യേശു തന്നെ നേരിട്ട് വന്നു. നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ കണ്ട് നാം ഭയപ്പെടുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ വന്ന് സമാധാനം നൽകുന്നു. ഭയത്തേക്കാൾ വലിയ സന്തോഷം അവിടുത്തെ സാന്നിധ്യത്തിലുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം കാവൽക്കാർ പുരോഹിതന്മാരെ അറിയിച്ചു. എന്നാൽ സത്യം അംഗീകരിക്കുന്നതിന് പകരം പണം നൽകി അത് മൂടിവെക്കാനാണ് അവർ ശ്രമിച്ചത്. ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിച്ചു എന്ന കള്ളക്കഥ അവർ പ്രചരിപ്പിച്ചു. പണം കൊണ്ട് സത്യത്തെ തോൽപ്പിക്കാമെന്ന് അവർ കരുതി. ലോകമെന്നും സത്യത്തെ മറച്ചു പിടിക്കാൻ പല കള്ളക്കഥകളും മെനയുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ സത്യം എന്നേക്കും നിലനിൽക്കും. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ധൈര്യം കാണിക്കണം. യേശുവിനെ കണ്ടപ്പോൾ സ്ത്രീകൾ അവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവർക്ക് ലഭിച്ച നിർദ്ദേശം പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക എന്നതായിരുന്നു. ഉദ്ധിതനെ കണ്ടെത്തുന്നവർക്ക് ലഭിക്കുന്ന ദൗത്യം ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ആ സത്യം ലോകത്തോട് വിളിച്ചു പറയണം. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് തെളിവായി മാറണം. പുരോഹിതന്മാർ നൽകിയ പണം കാവൽക്കാരുടെ കൈകളിൽ ഇരുന്നപ്പോൾ സ്ത്രീകൾക്ക് ലഭിച്ചത് ലോകം നൽകുന്നതിനേക്കാൾ വലിയൊരു നിധിയായിരുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിനെ നേരിട്ട് കണ്ട അനുഭവം. സത്യം അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ ലോകം അതിനെ പണം കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കും. എന്നാൽ കല്ലറ തുറന്ന ദൈവത്തിന് മനുഷ്യൻ്റെ കള്ളക്കഥകളെ തകർക്കാനും അറിയാം. നമ്മൾ ആരുടെ പക്ഷത്താണ്? സത്യത്തെ പ്രചരിപ്പിക്കുന്ന സ്ത്രീകളുടെ പക്ഷത്തോ അതോ പണം വാങ്ങി സത്യം മറച്ചു പിടിച്ച കാവൽക്കാരുടെ പക്ഷത്തോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഭയത്തെ സന്തോഷമാക്കി മാറ്റുന്ന അങ്ങയുടെ ഉദ്ധാനത്തെ ഞാൻ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ കള്ളക്കഥകളിൽ വീണുപോകാതെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉദ്ധിതനായ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പണത്തെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി സത്യത്തെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.